ഒരു സായാഹ്നം എന്നത് നമുക്ക് ഏറ്റവും അർത്ഥപൂർണമാക്കി മാറ്റാൻ ഇന്ന് നമുക്ക് വേണ്ടി അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ പ്രവാസ ലോകത്തിൽ നിന്നല്ല, മലയാളികൾക്ക് തന്നെ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത, മുഖപുരി ആവശ്യമില്ലാത്ത മലയാളികളുടെ പ്രിയപ്പെട്ട അശ്വതി ശ്രീകാന്ത് എന്ന എഴുത്തുകാരിയാണ്. കാളി എന്ന കഥാസമാഹാരമോ ഫിക്ഷനോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. DC ബുക്സ് പുറത്തിറക്കിയ ഈ കാളിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യോത്തരവേളയും അതോടൊപ്പം തന്നെ അശ്വതിയുടെ ഒരുപക്ഷെ അശ്വതി എന്ന് പറയുന്നത് നമുക്ക് പ്രവാസികൾക്ക് ഒരു റേഡിയോ RJ ആയിരുന്നു. RJയിൽ നിന്നും ഒരുപക്ഷെ ദൃശ്യമാധ്യമത്തിലൂടെ സജീവമായി അഭിനേത്രി, അങ്ങനെ എല്ലാ മേഖലകളിലും സക്സസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ നമ്മുടെ മുന്നിലെത്തുകയാണ്. അശ്വതിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു വേദിയിലേക്ക്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും DC ബുക്സിന് വേണ്ടി കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരുപക്ഷെ അശ്വതിയെ പല രീതിയിൽ അറിയുന്നവരുണ്ടാവും. എഴുത്തുകാരി എന്നതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊക്കെ പല വിഷയങ്ങളിലും നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, വർത്തമാനകാലത്തിൽ പല മേഖലകളിലും കൈവച്ച് അവിടെയൊക്കെ വിജയകരമായി പൂർത്തീകരിച്ച അശ്വതി, ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് കാളിയിൽ നിന്നും ആരംഭിക്കാം. തീർച്ചയായിട്ടും. ഈ കാളി എന്ന് പറയുന്നൊരു പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആ പുസ്തകത്തിൻ്റെ ഒരു പുറംചട്ട കാണുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാളി എന്ന് പറയുന്നൊരു രൗദ്ര ഭാവമാണ്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീ എന്ന് പറയുന്നത് അതിശക്തമായ നിൽക്കുന്ന, ഒന്നിനു മുന്നിലും ആടിയുലഞ്ഞു പോകാത്ത അതിശക്തമായ ഒന്നാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ കാളിയിലേക്ക് എത്തുമ്പോൾ അശ്വതി അങ്ങനെ തന്നെയാണോ? നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു കാളിയിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. കാളി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ത്രീയുടെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിനിധാനം ചെയ്യുന്നൊരു ഫോമാണ്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറ്റി എന്നും പറയാം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെന്താ കാളി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് രൗദ്രമാണ് ഓർമ്മ വരിക എന്നുള്ളത്. പക്ഷേ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു കാളിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളുടെ ഉള്ളിൽ അത്രയധികം പൊട്ടൻഷ്യലുള്ള, അത്രയധികം പവർഫുള്ളായിട്ടുള്ള, വേണമെങ്കിൽ എല്ലാത്തിനെയും ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ പറ്റുന്ന, എല്ലാ സിസ്റ്റത്തിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന അത്ര പവർഫുള്ളായിട്ടുള്ള ഒരാളുണ്ട്. പക്ഷെ അതിനെ നമ്മൾ കാം ആൻഡ് സേർട്ടിലായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പവർ വേണം. സോ അത് ബ്യൂട്ടിഫുള്ളി എല്ലാ സ്ത്രീകൾക്കും പറ്റുമ്പോഴാണ്, അതാണ് ആ ഒരു സ്ത്രീത്വത്തിൻ്റെ ബ്യൂട്ടി എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാളി എന്ന് പറയുന്ന ആ ഒരു ഇമേജിനോട് ഒരു കൈകൊണ്ട് എല്ലാം നശിപ്പിക്കാനുള്ള പവർ ഉള്ളപ്പോഴും അത് ചെയ്യാതെ പാമ്പർ ചെയ്യാനും കൂടെ പറ്റുന്ന ആ ഒരു എബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബാലൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫാക്ടറാണ് എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പുസ്തകത്തിനകത്ത് കൂടുതലും നമ്മൾ എല്ലാ കഥകളും സ്ത്രീകളെ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആക്കിയിട്ടുള്ള കഥകളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും, നമ്മുടെ പരിചയത്തിലുള്ള സ്ത്രീകളെല്ലാം ഈ ഒരു 9 കഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. 9 കഥകൾ അടങ്ങുന്നതാണ് ഈ പറയുന്ന കാളി എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. അതിനകത്ത് തുടക്കം തൊട്ട് നമുക്ക് ഓരോ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ത്രീകളുണ്ട് അതിനകത്ത്. ഈ കാളിയിലെ സാവിത്രി, അതുപോലെ തന്നെ ആനയമ്മയുണ്ട്, അതുപോലെ തന്നെ ചിത്തിര, ഇവരൊക്കെ കടന്നു പോകുന്ന വ്യത്യസ്തമായ സ്ത്രീഭാവങ്ങളിലൂടെയാണ്. അശ്വതി ഒരുപക്ഷെ എനിക്കൊന്ന് ടായില്ലാത്ത മുട്ടായി എന്ന് പറയുന്നതിൽ നിന്നും കാളിയിലേക്ക് എത്തുമ്പോൾ കുറേ കൂടി ശക്തമായ ഭാഷയിലൂടെ, പക്ഷേ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഒരു വായനക്കാരൻ എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു രീതിയിൽ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഥാപാത്രങ്ങളിലേക്കുള്ളൊരു പരകായ പ്രവേശം എത്രമാത്രം സാധ്യമാകുന്നതാണ്? അതെങ്ങനെയാണ് ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ കാണുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോഴും അത്ര മികച്ചൊരു എഴുത്തുകാരി അല്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എഴുത്തിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ളൊരു ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ എഴുത്തിലുള്ളൊരു മെച്ചപ്പെടുത്തൽ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നാരെങ്കിലും പറയുമ്പോൾ അതിൽ തീർച്ചയായിട്ടും സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ എഴുതുന്ന ഒരു സമയത്ത് ഞാൻ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എഴുതി തീർത്തൊരു പുസ്തകമാണ്. പക്ഷേ ആദ്യത്തെ പുസ്തകത്തിൽ നിന്ന് ഈ ഒരു പുസ്തകത്തിലേക്ക് എത്തുന്നത് വരെ നല്ല ദൂരം ഉണ്ടായിരുന്നു, നല്ല സമയം ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എൻ്റെ ഉള്ളിൽ പരുവപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങൾ വളരെ പെട്ടെന്ന് കഥകളായി മാറിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കതിനകത്ത് ചില ക്യാരക്ടേഴ്സ് ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എന്നോട് അത്രയധികം താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളായിട്ട് പലതിനെയും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു പരകായ പ്രവേശം അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ആ എഴുതുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ കുറച്ച് ദിവസങ്ങളിൽ
നമ്മൾ കംപ്ലീറ്റ് ഇവരെ ചുറ്റിപ്പറ്റിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ചില സമയത്ത് ചിലർ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കോട്ട് ചെയ്തിട്ട് ഇത് ഏത് കഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത് എഴുതി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, സ്ത്രീ എന്ന് പറയുന്നത് മുടി അഴിച്ചിട്ടാൽ മറ്റൊന്ന്, അല്ലേ, വളയിട്ടാൽ ഒന്ന്, വളയിട്ടില്ലെങ്കിൽ മറ്റൊന്ന്, അങ്ങനെ ആണൊരു, അത് അങ്ങനെ തന്നെയാണ് നമ്മുടെയൊക്കെ എല്ലാവരും ചിന്തിക്കുന്ന അങ്ങനെയാണ്. ഒരു സ്ത്രീയെ ജഡ്ജ്മെൻ്റലായിട്ട് ഒരു കാണുന്നൊരു രീതിയുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിനെ അങ്ങനെ ഒരു ആ രീതിയിലെ കംപ്ലീറ്റ് റദ്ദ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് അതിനകത്ത് ഒന്ന് രണ്ട് എഴുത്തുകൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, അതിശക്തമായ രീതിയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വാസ്തവത്തിൽ സ്ത്രീപക്ഷ എഴുത്ത് എന്ന രീതിയിൽ തന്നെയാണ് അശ്വതി കുറേ കൂടി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അത് കാലേക്കുട്ടി ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണോ, അല്ല സാന്ദർഭികമായിട്ട് വന്നു പോകുന്നതാണോ? അത് സാന്ദർഭികമായിട്ട് വന്നു പോകുന്നതാണ് സത്യത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് സ്ത്രീകളെയാണ്, അല്ലെങ്കിൽ എന്നോട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോൾ എന്ന് വെച്ചിട്ട് പുരുഷന്മാരുടെ ലോകം നമുക്ക് തീരെ പരിചയമല്ല എന്നല്ല, പക്ഷേ ഈ സ്ത്രീകളുടെ ഉള്ളിൽ എത്ര കോംപ്ലക്സ് ആണ് എന്നുള്ളത് പുറമേ നിന്ന് നോക്കുമ്പോൾ യു ആർ ബീയിങ് വെരി ഡ്രാമാറ്റിക് എന്ന് ഒരു പുരുഷന് തോന്നുമ്പോൾ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്കാണല്ലോ പലപ്പോഴും അറിയാം. അപ്പോൾ ആ ഒരു കാര്യം പല ഫോമിൽ പറഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള തോന്നൽ പലതിനകത്തും വന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ 9 നമ്മളിങ്ങനെ സ്ത്രീകളുടെ കഥകൾ തന്നെ എഴുതണം അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ചെയ്തു തുടങ്ങിയതല്ല. പക്ഷെ കഥ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ഇതിൽ ഒരു പക്ഷേ ഫിക്ഷൻ എന്ന് പറയുമ്പോഴും എന്തായാലും അശ്വതിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും എഴുത്ത്. തീർച്ചയായിട്ടും അങ്ങനെ അല്ലാതെ നമുക്കൊന്നും എഴുതാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭാവം എന്ന് പറയുന്നത് ഒരു കാളിയുടെ ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ സ്ത്രീകൾ എത്തണം എന്നുള്ളത്, അതായത് ഇങ്ങനെ പോരാ, ഈ ഒരു സ്ത്രീകൾ പൊതുവെ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി അതിശക്തമായ ഒരു രീതിയിലേക്ക് സ്ത്രീകൾ എത്തണം എന്നുള്ളത് കൂടി എഴുത്തുകാരി എന്ന രീതിയിൽ ഈ ഒരു പുസ്തകം വായനക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അങ്ങനെ കൂടി ഒരു ആഗ്രഹിക്കുന്നുണ്ടോ, അത് കുറച്ചുകൂടി മുന്നേറണം എന്നുള്ളത്? എനിക്കെപ്പോഴും തോന്നുന്നൊരു കാര്യം, നമ്മൾ നമ്മുടെ ഫെമിനിൻ ക്വാളിറ്റീസിനെ എംബ്രേസ് ചെയ്യണം എന്ന് തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് എപ്പോഴും ഒരു തോന്നലുണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു ബിഗ് മെജോറിറ്റി വിചാരിക്കുന്നത് നമ്മളെപ്പോഴും പുരുഷന്മാർ ചെയ്യുന്നതൊക്കെ നമ്മൾ കയറി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഫെമിനിസം ആവുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ ശക്തിയായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർ ഈ സ്ത്രീകൾ ചെയ്യുന്നതൊക്കെ ചേട്ടാ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്ത് കാണിക്കാം എന്നുള്ളൊരു കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. അല്ലെങ്കിൽ ചിലരെങ്കിലുമൊക്കെ അങ്ങനെ അതിനെ കൺസീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി സ്ത്രീകളുടെ ചില ജെൻഡർ റോൾസ് ഉണ്ടല്ലോ, അത് സൊസൈറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നതല്ല, നേച്ചറായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ചില ഫെമിനിൻ റോൾസ് ഉണ്ട്. അതിനെ ബ്യൂട്ടിഫുള്ളായിട്ട് എംബ്രേസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് സ്ത്രീക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവുന്നതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും നമുക്കുണ്ട്, ഏറ്റവും ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കൂടെ നമ്മൾ പോവാറുണ്ട്. അപ്പോൾ അതിനെ അവനവനെ എത്ര അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു കുറവുള്ള സ്ത്രീയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകൾ, ഇതിനകത്ത് വളരെ വീക്കായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്, പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ചില ഫേസസ് മാത്രമാണ്. അപ്പോൾ നാളെ തൊട്ട് അതിശക്തമായിട്ട് എല്ലാവരും പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ടും ഇത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുക, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾ എന്ന് പറയുന്നത് എപ്പോഴും കംഫർട്ട് സോണിൽ, അതായത് സ്ത്രീകൾ എപ്പോഴും മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്, അല്ലെങ്കിൽ അവർക്ക് അധികം ശക്തിയില്ല എന്നൊക്കെ അവർ തന്നെ ഒരു പക്ഷേ അതൊരു ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതൊരു മടിയുടെ ലക്ഷണമായിട്ടൊക്കെ കാണാം. അത് ഈ പറയുന്ന പോലെ പ്രതികരിക്കേണ്ടതാണെന്ന് പറയുമ്പോൾ പ്രതികരിക്കുന്നത് പല രീതിയിലാണ്. ഇപ്പോൾ അശ്വതി പ്രതികരിക്കുന്ന പോലെ ഒരു സാധാരണക്കാരായ ഒരു വീട്ടമ്മയ്ക്ക് ഒരു പ്രിവിലേജും ഇല്ലാത്തൊരു വീട്ടമ്മയ്ക്ക് പ്രതികരിക്കുമ്പോൾ ഒരു പക്ഷേ ആ ഒരു ശബ്ദം ഉറക്കെ കേൾക്കില്ലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വനിതകൾ, സ്ത്രീകൾ, അത് എങ്ങനെയായിരിക്കും അവർ പൊതുസമൂഹത്തിലേക്ക് ഇടപെടേണ്ടതെന്നാണ് അശ്വതിക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഓരോ സ്ത്രീയുടെ ജീവിതവും നിരന്തരം എന്ന് പറഞ്ഞ പോലെ ഒരു പൊരുതൽ അതിനകത്ത് നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആളുകളിൽ നിന്ന് ഉൾപ്പെടെ നമ്മളൊരു ഫൈറ്റ് എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു അനീതി ഉണ്ടാവുമ്പോൾ നമ്മൾ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചെറുപ്പത്തിൽ തൊട്ട് കേൾക്കുന്ന ഒരു ശബ്ദം എന്നുള്ളൊരു ശബ്ദമാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. ഒച്ച കുറയ്ക്കും, ഒച്ച താഴ്ത്തും, അത്ര അധികം ഇവിടെ ഇപ്പോൾ ലൗഡ് ആവേണ്ട കാര്യം എന്താ ഉള്ളത്, അല്ലെങ്കിൽ വൈ ആർ യു ബീങ് ഇത്ര ഈ ഡ്രാമാറ്റിക് ആവേണ്ട കാര്യം എന്താ ഉള്ളത് എന്നൊക്കെ നമ്മൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ ഇമ്മീഡിയറ്റ് നിൽക്കുന്ന ഒരാളോട് പോലും നമ്മളിതാണ് അല്ലെങ്കിൽ നമുക്കിതാണ് വേണ്ടതെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഒരു ഹോൾ സൊസൈറ്റിയോട് നമുക്കിത് പോയി പറഞ്ഞ് മനസ്സിലാക്കൽ
വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, വുമൻ ഷുഡ് സപ്പോർട്ട് വുമൻ. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഒരു പ്രശ്നം പറയുമ്പോൾ, അല്ലെങ്കിൽ ദിസ് ഇസ് ഹൗ ഐ ഫീൽ എന്ന് പറയുമ്പോൾ, അതിനെ കൃത്യമായിട്ട് അറിയുന്ന സ്ത്രീകൾ തന്നെ അതിനെ ക്യാൻസൽ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു പ്രശ്നത്തിനെ കുറിച്ച് ഒരു സ്ത്രീ പറയുമ്പോൾ വളരെ ജഡ്ജ്മെൻ്റലായിട്ട് ഇതിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളൊരു മറ്റൊരു സ്ത്രീ വന്നിരുന്നിട്ട് ഇതൊക്കെ ഇവർക്ക് മാത്രമല്ലല്ലോ, ഇതെല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു അനീതി. അപ്പോൾ അതൊരു സൊസൈറ്റിയുടെ ശബ്ദമായിട്ട് മാറും. അപ്പോൾ ഇവിടെ വിശ്വസിക്കാൻ സാധ്യതയുള്ള ഒരുപാട് പേരും കൂടെ ഈ ഒരു കോൺസെപ്റ്റിനെ തന്നെ ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ കൊടുത്തു തുടങ്ങണം എന്നെനിക്ക് തോന്നാറുണ്ട്. അതുപോലെ അശ്വതി, എഴുത്തുകാരിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് റേഡിയോ എന്ന് പറയുന്നൊരു വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ്. നമ്മളൊക്കെ ആ ഒരു മേഖലയിലുള്ളവരാണ് ഇപ്പോഴും. സ്വാഭാവികമായിട്ടും പ്രവാസികൾക്ക് ഏറ്റവും അടുത്ത് ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. അതിൽ നിന്നും ടെലിവിഷനിലേക്ക് വരുന്നു, അപ്പോൾ ഒരു അഭിനേത്രി എന്ന രീതിയിലേക്ക് വരുന്നു, എഴുത്തുകാരി എന്നതിലേക്ക് എത്തുന്നു. അപ്പോൾ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അശ്വതിക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ്? ഒരു ജോലി എന്നുള്ള തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷം തന്നിട്ടുള്ളൊരു കാര്യം റേഡിയോ ആണ്. ഇപ്പോൾ ഒരു ഷോ ചെയ്യാൻ പോകുമ്പോൾ എനിക്കത് ഭയങ്കര തെറാപ്യൂട്ടിക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് സ്ട്രെസ്സിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, ചിലപ്പോൾ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചുറ്റുപാട് അത്ര പ്രഷറിലാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ കൺസോളിൻ്റെ മുന്നിലെത്തി ഹെഡ്ഫോൺസ് ഒക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മളെല്ലാം മറന്നു പോകും. ഈ ഒരു 1 hour കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴേക്കും നമ്മൾ എന്ത് പ്രശ്നത്തിലായിരുന്നു എന്നുള്ളത് ആ ഒരു 1 hourലേക്ക് കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടായിരിക്കും അതിനകത്ത് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റേഡിയോ ഭയങ്കര കംഫർട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ എനിക്ക് ഞാനായിട്ട് ഏറ്റവും കൂടുതൽ പോയി ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇടം റേഡിയോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു ഒരുങ്ങലിൻ്റെ പോലും ഒരു ആവശ്യമില്ല, അല്ലേ? ഇപ്പം നമ്മളിട്ടിരിക്കുന്ന ഒരു കോസ്റ്റ്യൂമോ അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പോ ഒന്നും അവിടെ മാറ്റർ അല്ല. നമുക്ക് അറിയാത്ത അനേകായിരം മനുഷ്യരോട് നമുക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ളൊരു സ്പേസ് കിട്ടുന്നു. അതുകൊണ്ട് റേഡിയോ എനിക്ക് ഭയങ്കര സന്തോഷവും ഇഷ്ടവും ഒക്കെ തന്നിട്ടുള്ളത്. പിന്നെ എഴുത്ത് എനിക്ക് ഒരിക്കലും ഒരു ജോലിയായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അതിനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എഴുത്ത് എൻ്റെ ഒരു എക്സിസ്റ്റൻസിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് എഴുത്തിനെ തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ചെറു കുറിപ്പുകൾ എഴുതി തുടങ്ങി, കവിത എഴുതി തുടങ്ങി. അതെ, കവിത എഴുതി തുടങ്ങി. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്തൊക്കെ എഴുതി തുടങ്ങി, ഡയറിയിലൊക്കെ കുറിച്ച് വെച്ചു. പിന്നീടാണത് പുസ്തക രൂപത്തിൽ വരുന്നത്. അതിനുശേഷം പിന്നെ ഒരു ചെറിയ ഒരു രീതിയിൽ കഥകളായിട്ട് വരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു 9 കഥകൾ ഈ പറയുന്ന കാളി ഇക്കം എത്തുമ്പോൾ ഈ ഒരു മാറ്റമുണ്ടല്ലോ. ഈ അശ്വതി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു നവീകരണം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അത് എത്രമാത്രം മാറിയിട്ടുണ്ട്? കാരണം അത് കേൾക്കുന്ന, എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന വനിതകൾക്ക്, പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് അത് അശ്വതിക്ക് എങ്ങനെയാണ് അവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് എൻ്റെ ഭർത്താവിനോട് കാറിലിരുന്നപ്പോൾ പറയുമായിരുന്നു, ആക്ച്വലി ഇത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു ദിവസമാണ് എന്ന് പറയുണ്ടായി. അതായത് ഞാൻ ചെറുപ്പത്തിൽ എഴുതിയിരുന്ന, അന്ന് കഥകളും കവിതകളും ഒക്കെ ഇങ്ങനെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വന്നിരുന്ന അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ നമ്മളൊരു കോർപ്പറേറ്റ് ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ MBA പോലൊരു കോഴ്സൊക്കെ പഠിച്ച് അത്തരത്തിലൊരു ജോലിയിലൊക്കെ ആദ്യം കയറിയ സമയത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് റേഡിയോയിലേക്ക് വരുന്നത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു എഴുത്തിൻ്റെ കംപ്ലീറ്റ് ആ ഒരു സമയം കഴിഞ്ഞു, ഇനി എനിക്ക് ഒരിക്കലും ഒരു വരി പോലും എഴുതാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു റേഡിയോ ജീവിതകാലത്ത് ഞാൻ എൻ്റെ മുറിയിൽ ഒറ്റയ്ക്ക്, ദുബായിൽ സിലിക്കൺ ഒയാസിസിലായിരുന്നു താമസിച്ചിരുന്നത്. അന്നൊരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മുറിയിൽ നോക്കുമ്പോൾ, മുറിയിൽ ഈ പെസ്റ്റ് കൺട്രോളൊക്കെ ചെയ്തിരുന്നത് കൊണ്ട് അവിടെ ഒരു ജീവി പോലും ഇല്ല. അത് ഒരു പാറ്റയോ പല്ലിയോ നമ്മുടെ കുളിമുറിയിൽ വന്നിരിക്കാറുള്ള ഒരു തവളയോ പോലും ഇല്ലാത്ത ഒരു മുറിയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രവാസ ലോകത്ത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവി പോലും ഇല്ലാത്തൊരിടത്ത് ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു ദിവസമാണ് എനിക്ക് നാട് ഏറ്റവും അധികം മിസ് ചെയ്തത്. ഇവിടെ നിന്ന സമയത്ത് എനിക്ക് നാട്ടിലെ ഓർമ്മകൾ എന്നെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു. അന്ന് ഞാനെന്തോ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പം അന്ന് ഞാൻ എഴുന്നേറ്റിരുന്നത് എനിക്ക് എഴുതണം എന്നൊരു തോട്ട് കൊണ്ടാണ്. അപ്പോഴാണ് ഞാൻ കളഞ്ഞു വെച്ചിരുന്ന കുറേ നാളായിട്ട് മറന്നു വെച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് കുറിച്ചിടുകയുണ്ടായി. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ എഴുത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അന്നും ഞാനങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ ഞാൻ പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന് വീണ്ടും ഒരു നാമ്പെട്ട് തന്നത് ഈ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ആണ്. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം അന്ന് ആദ്യം ഞാനിവിടെ ഇതുപോലെ വായനക്കാരിയായിട്ട് ഈ ബുക്ക് സ്റ്റാളുകളിലൂടെ കയറി ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലും എൻ്റെ ഒരു പുസ്തകം ഇവിടെ വെച്ച് പബ്ലിഷ് ചെയ്യുമായിരിക്കുമോ എന്നുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ കുറിപ്പുകൾ എനിക്കൊരു ഉത്സാഹം ഉണ്ടായി അതുകൊണ്ട്. അപ്പോൾ ഠായില്ലാത്ത മിഠായികൾ ഇവിടെ വെച്ച് അതുപോലെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. രണ്ടാമത്തെ പുസ്തകം കവിതകളുടെ സമാഹാരം മഴയുറുമ്പുകളുടെ രാജ്യം, അതും ഇവിടെ വെച്ച്
പബ്ലിഷ് ചെയ്യുകയുണ്ടായി. പക്ഷെ അപ്പോഴും ഞാൻ ഗസ്റ്റായിട്ടല്ല വന്നത്. പക്ഷേ ഇന്നിപ്പം ഞാൻ ഗസ്റ്റായിട്ട് ഒഫീഷ്യലി ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ശരിക്കും പറയുണ്ടായി, എനിക്ക് ഈ ഡേ ശരിക്കും ഞാൻ വിഷ്വലൈസ് ചെയ്ത, ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത എൻ്റെ ഒരു ദിവസം പോലെ എനിക്ക് തോന്നുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു റേഡിയോ കാരിയിൽ നിന്ന് ഇന്ന് വരെയുള്ള കാരണം അത് ശരിക്കും ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. എഴുത്തെന്നെ ഒരുപാട് പുതുക്കിയിട്ടുണ്ട്. എന്നെ ശരിക്കും റീഡിഫൈൻ ചെയ്യാൻ, എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പോലും കാണാതെ കടന്നിട്ടുള്ള പലതിനെയും വീണ്ടും പോയി ഐഡൻറ്റിഫൈ ചെയ്യാൻ ശരിക്കും എഴുത്തെന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ അശ്വതി, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന റേഡിയോയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ MBA ബിരുദധാരിയാണ്. എനിക്ക് തോന്നുന്നു HR അല്ല ഹ്യൂമൻ റിസോഴ്സ്, ഒരു മനുഷ്യനുമായിട്ട് എപ്പോഴും, അതായത് എഴുത്തിലിപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ത്രീപക്ഷ എഴുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എപ്പോഴും മനുഷ്യനുമായിട്ട് സംവദിക്കാനും മനുഷ്യരുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും ലൈഫ് കോച്ച് കൂടിയാണ്. അപ്പോൾ മനുഷ്യരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അശ്വതി മനുഷ്യരെ, അവരെ ഒന്ന് കേൾക്കണം, അവരോടൊപ്പം സംസാരിക്കണം, അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സദസ്സിന് അതുപോലെ ഈ അശ്വതിയായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. കാരണം ചോദ്യങ്ങളായിട്ട് വരാം. കാരണം ഞാനും അശ്വതി മാത്രം ചോദിച്ചും പറഞ്ഞു പോകുന്നതിന് പകരം നമുക്ക് ഒരുമിച്ച് ഈ സദസ്സും നമുക്ക് ഒരുമിച്ച് കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. കുറേ കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി അറിയാനുണ്ടാകും. ഈ ലൈഫ് കോച്ച് എന്ന രീതിയിലേക്ക് മാറിയത് അത് ഏത് സമയത്തായിരുന്നു? അതിൻ്റെ ഒരു അനുഭവം എന്താണ്? എങ്ങനെയാണ് അങ്ങനെ മാറാൻ തോന്നിയത്? അത് ഞാൻ കുറേ ഇടങ്ങളിൽ കുറേ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആരെങ്കിലും കേട്ടിട്ടുള്ളവർക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കോവിഡ് കാലത്താണ് സത്യത്തിൽ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായത്. കാരണം ഒരുപാട് പേര് ഐസൊലേഷനിലൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്ത് കുടുങ്ങിപ്പോയിട്ടുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ ഇങ്ങനെ റാൻഡം ആയിട്ടുള്ളൊരു ചിന്തയായിരുന്നു. ഞാൻ അവർക്ക് സ്ട്രേഞ്ചറാണ്, പക്ഷെ അവരെന്നെ ചിലപ്പോൾ TV യിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവർക്കൊരു ഫെമിലിയാരിറ്റി ഉണ്ടാവും. പക്ഷേ അവരാരാണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ വേണമെങ്കിൽ സംസാരിക്കാം, എൻ്റെ അടുത്ത് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അന്നൊരു കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്ത് ഞാനത് കുറേ പേരോട് ആ ഒരു സമയത്ത് സംസാരിച്ചിട്ടുണ്ട്, വളരെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളോട്. അപ്പോൾ പെട്ടെന്നാണ് ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഒരു കഥകളുടെ കെട്ടഴിക്കുന്നത്, അവരുടെ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ചില മൊമെൻറ്റ്സ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് ഞാൻ ഇവരെ കേട്ടത്. അപ്പോൾ കേട്ടത് ഇതെന്നെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയധികം ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് ഓരോ മനുഷ്യരും കടന്നു പോകുന്നതെന്നുള്ള ചിന്ത എന്നെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു. അപ്പോൾ അതെനിക്കൊരു റിയലൈസേഷൻ തന്നു. ഞാനിതിന് ചില പ്രിപ്പറേഷൻസ് നടത്താതെ, നമ്മൾ പറയുമല്ലോ നമ്മൾ ആദ്യം ഓക്സിജൻ മാസ്ക് ഇട്ടിട്ട് വേണം വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പോകാനെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ മാസ്ക് ഇല്ലാത്തതിൻ്റെ പ്രശ്നം എനിക്ക് അന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ലേണിംഗ് ആവശ്യമുണ്ട്, അപ്പോൾ അതിനുവേണ്ടി പഠിക്കാം എന്നൊരു തീരുമാനമൊക്കെ എടുത്തത്. അപ്പോൾ കഴിഞ്ഞൊരു ലാസ്റ്റ് 3 years ആയിട്ട് അതിനുള്ളൊരു പഠനത്തിലായിരുന്നു. അങ്ങനെയാണ് ICF-ൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ എടുത്ത്. ആൻഡ് ഇപ്പോൾ നാട്ടിൽ എനിക്കൊരു മെൻ്റൽ വെൽനെസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എനിക്കൊന്ന് കുറച്ചുകൂടി ആ മേഖല കുറച്ചുകൂടി ഒന്ന് സജീവമാക്കണം തോന്നുന്നുണ്ട്. ആ ഒരു മേഖലയിലേക്ക് പോകണം. അപ്പോൾ അത് എഴുത്തും ഒരു പക്ഷേ കൂടുതൽ ഗുണം ചെയ്യുന്നെന്ന് ആയിരിക്കും തോന്നുന്നു. കാരണം ആളുകൾക്ക്, പ്രത്യേകിച്ചും ആളുകളിലേക്ക് നമുക്ക് പറയാനുള്ളത് കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളത്. അതുപോലെ ഈ സ്ത്രീപക്ഷ എഴുത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കാര്യങ്ങൾ എഴുതുകയാണ്. ഇപ്പോൾ അശ്വതൻ എന്തെങ്കിലും ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. നമുക്ക് ചില വിഷയങ്ങൾ കമൻറ്റ്സ് വായിക്കാൻ വേണ്ടി നമുക്ക് ഒരുപക്ഷെ ഇതൊക്കെ നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ എഴുതിയതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അത്രമേൽ വായിക്കാൻ പോലും പറ്റാത്ത അങ്ങനത്തെ കമൻസുകളൊക്കെ. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒരുപക്ഷെ തുടക്കത്തിൽ അതെങ്ങനെയാണ് അശ്വതിയെ ദോഷമായി ബാധിച്ചിട്ടുണ്ടോ? അത് ഏത് രീതിയിലാണ്? കാരണം എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുന്ന, കാണുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അതൊരു ഗുണമായിരിക്കും. കാരണം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത് എന്നുള്ളത്. ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ മുറിക്കകത്ത് കയറിയിരുന്ന് പൊട്ടിക്കരയാന്നുള്ളതായിരുന്നു ആദ്യത്തെ ഓവർകമ്മിങ് ടെക്നിക്ക്. നമുക്ക് ഭയങ്കര വിഷമം വരും. നമ്മളെ ആളുകൾ, നമ്മൾ ഒരു തരത്തിലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു ആംഗിൾ നമ്മൾ പറഞ്ഞൊരു കാര്യത്തിന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു പെർസ്പെക്റ്റീവ് മാത്രം കട്ട് ചെയ്ത് വേറൊരിടത്ത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുക, അതിന് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ പറയുക, ഈവൻ നമ്മുടെ വീട്ടിലിരിക്കുന്നവരെ പോലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആഭാസകരമായിട്ടുള്ള കമൻറ്റുകളൊക്കെ വരാമെന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള, മനുഷ്യർ ഇങ്ങനെയൊക്കെ ആണോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാനിതുപോലെ വീട്ടിൽ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനിതൊക്കെ നിർത്തുകയാണ്, എനിക്കൊന്നും വേണ്ട, എനിക്ക് മീഡിയ കരിയറേ വേണ്ട. പെട്ടെന്നൊരു ദിവസമാണല്ലോ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത്. എനിക്ക് അത് ഭയങ്കര റിയലൈസേഷൻ ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ല എസ്കേപ്പിസം ഉള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് വീട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കാനാണ് ആദ്യം തോന്നിയത്. പക്ഷെ പിന്നെ എവിടുന്നോ തോന്നി നമ്മൾ അങ്ങനെ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ, വി നീഡ് ടു കം ഔട്ട് എന്നൊരു തോട്ട് ഏതോ ഒരു പോയിന്റിലുണ്ടായി. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞിരുന്ന് അല്ലെങ്കിൽ മുഖമില്ലാത്ത, പേരില്ലാത്ത ഐഡികളിൽ ഇരുന്നിട്ട് അവരുടെ ഇൻസെക്യൂരിറ്റി അവർ കൊണ്ടുപോയിട്ട്
വോമിറ്റ് ചെയ്യുമ്പോൾ അതിനെ പേടിച്ച് നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. അതിനെ കഴിഞ്ഞും പവർഫുള്ളാണ് നമ്മുടെ ഡിലീറ്റ് ബട്ടൺ, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്, നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഇത് വായിക്കാതിരിക്കാനുള്ള ഓപ്ഷൻസും നമുക്കുണ്ട്. ഞാൻ എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ, രണ്ടാമത്തെ ആളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ കുറേ നാൾ ഫേസ്ബുക്കിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര സമാധാനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സത്യമായിട്ടും. കാരണം ഈ ടോക്സിസിറ്റി നമ്മൾ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ഇപ്പോൾ പക്ഷേ എനിക്ക് തോന്നാറുണ്ട്, ഇപ്പം എന്ത് വായിച്ചു കഴിഞ്ഞാലും അങ്ങനെ അതിനൊരു ആംഗിൾ ഉണ്ടായിരുന്നോ, ശരി ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവരെ എൻജോയ് ചെയ്യാന്നല്ല, അതിൻ്റെ ഒരു ലൈറ്റർ പെർസ്പെക്റ്റീവിൽ എടുത്തു തുടങ്ങി. പിന്നെ മനുഷ്യർ എത്ര കോംപ്ലക്സ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. എന്നിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്ത്രീകളെ ബെറ്ററായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവർ ഒരു കാര്യം പറഞ്ഞു തീരുമ്പോഴേക്കും അത് പെട്ടെന്ന് അതിനൊരു ആൻസർ അല്ലെ ഒരു ഫിക്സ് ചെയ്യാൻ നിൽക്കരുതെന്ന് പുരുഷന്മാരോട് പറയുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എമ്പത്തറ്റിക്കായിട്ട് അവരെ കേട്ടിരിക്കുക, അവർക്കൊരു വാലിഡേഷനാണ് വേണ്ടത്. പറഞ്ഞു തീരണതിന് മുമ്പ് നിങ്ങൾ പെട്ടെന്ന് കയറി സൊല്യൂഷൻ കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഫാക്ട്. അപ്പോൾ അതിങ്ങനെ ഒന്ന് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻസ് കാണണം, അത് ഭയങ്കര നിനക്ക് നിൻ്റെ കെട്ടിയവനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സോ നമ്മളൊരു ഫാക്ട്, അതായത് ഈ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം മെജോറിറ്റി സ്ത്രീകൾ, അതിൻ്റെ ഷെയർ കണ്ടാൽ തന്നെ അറിയാം, മെജോറിറ്റി സ്ത്രീകൾക്ക് ഉള്ളൊരു കംപ്ലയിൻ്റ് ആണിത്. എന്നെ നന്നായിട്ട് ഇരുന്ന് കേൾക്കുന്നില്ല എന്ന്. അപ്പോൾ അതിന് ആളുകൾ പറയണത്, എന്നാൽ പിന്നെ നിനക്കൊക്കെ വല്ല AI പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ താഴെ കമൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, മനുഷ്യർ എത്ര വിചിത്രമായിട്ടാണ് ചിന്തിക്കുന്നത് എന്ന് ആലോചിക്കാറുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു സ്പിരിറ്റിൽ എടുക്കാൻ പഠിച്ചു, അതാണ് റൈറ്റ്. അതിൻ്റെ സ്പിരിറ്റിൽ അതിനെ എടുത്ത് ഒഴിവാക്കാൻ പഠിച്ചു. എനിക്ക് തോന്നുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം ഒരു പക്ഷേ ഈ നിരവധി ചെയ്യുന്നത്. സദസ്സിലേക്ക് എത്തുമ്പോൾ സദസ്സിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ, അതിനുള്ള സമയം കൂടിയാണ്. നമുക്ക് ചോദിച്ചും പറഞ്ഞൊക്കെ പോകാം. കുറച്ചുകൂടി നമുക്ക് പുസ്തകത്തിലേക്ക് വരണം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാം. കാരണം ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അപ്പോൾ എനിക്കൊന്ന് പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. അതുപോലെ ഈ പുസ്തകത്തിൻ്റെ തന്നെ കൂടുതൽ വിഷയങ്ങൾ നിങ്ങൾ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, കേൾക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അശ്വതി, ഈ പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ കുറച്ച് സംസാരിക്കുന്ന കാര്യം സ്വാഭാവികമായിട്ടും ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വീഡിയോസ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അശ്വതി ഒരു പാരൻ്റാണ്, സ്വാഭാവികമായിട്ടൊരു അമ്മയാണ്, പെൺകുട്ടികളാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സമൂഹത്തിലെ അമ്മമാരോട് സംസാരിക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ളത്? ഒരു വ്യക്തി എന്താണോ അത് അവൻ്റെ ചൈൽഡ്ഹുഡാണ് എന്നുള്ള റിയലൈസേഷനാണ്. അപ്പോൾ നമ്മൾ അമ്മയാവുക അല്ലെങ്കിൽ അച്ഛനാവുക എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ ചൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പേരൻറ്റിങ്. വൺസ് യു ആർ എ പേരൻറ്റ്, യു ആർ ഓൾവേസ് എ പേരൻറ്റ്. നമ്മൾ മരിക്കുന്നവരെ വരെ നമ്മൾ പേരൻ്റാണ്. അപ്പോൾ അതങ്ങനെ ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനകത്ത് കോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫേർട്ടിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ പല പോയിന്റിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും തോന്നുന്ന പോലെ ഞാനൊരു നല്ല അമ്മയാണോ അല്ലെങ്കിൽ നല്ല അച്ഛനാണോ എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും വരാറുണ്ടല്ലോ. അപ്പോൾ എനിക്കും അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മകൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവളാണ് എൻ്റെ സ്കൂൾ. മൂത്ത മകളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അൺലേൺ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ ഒരുപാട് ധാരണകൾ തെറ്റായിരുന്നു എന്നുള്ളത് ഞാൻ പഠിച്ചത് അവളിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് തോന്നി, ഇപ്പോൾ ചുറ്റുമുള്ള പേരൻസിനോട് നമ്മുടെ പ്രശ്നങ്ങളാണ് പലപ്പോഴും അവരിൽ റിഫ്ലക്റ്റ് ചെയ്യാറുള്ളത്. നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോഴേക്കും അത് കുഞ്ഞുങ്ങളിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര കോൺഷ്യസ് ആയിട്ട് നമ്മളെ പേരൻറ്റിങ് ചെയ്യുന്നോ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടൊരു ജനറേഷനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി നാളെ നമുക്ക് ഫീൽ ചെയ്തിട്ട് കാര്യം, നമ്മൾ പറയില്ലേ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന്. അപ്പോൾ ഇവർക്ക് 18 വയസ്സായിട്ട് നമ്മളിത് റിയലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ചൈൽഡ്ഹുഡിലേ കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴേ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ പേരൻസിനോട് പറയണം എന്ന ആഗ്രഹം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. അതുപോലെ അശ്വതിയുടെ പാരൻസിൽ നിന്നും അശ്വതി ഒരു പാരൻ്റ് ആവുന്ന സമയത്ത് ഒഴിവാക്കേണ്ടതായിട്ട് തോന്നുമല്ലോ സ്വാഭാവികമായിട്ട്, ഞാൻ എൻ്റെ കുട്ടികളോട് അങ്ങനെ പെരുമാറരുത് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു റിയലൈസേഷൻ കൂടി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇന്നുകൂടി നമ്മൾ സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ പണിഷ് ചെയ്യുന്ന രീതികളുണ്ടല്ലോ. പണ്ട് കാലത്തുള്ളവർ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ ഇതാണ് നന്നായിട്ട് ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ചിരുന്ന പല മെത്തേഡ്സും ഉണ്ട്. അത് ചില സമയത്ത് ചിലപ്പോൾ ഗുണം ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി ദോഷം ചെയ്തിട്ടുള്ളൊരു കാര്യം ഉണ്ട്. അപ്പോൾ എനിക്ക്
എന്നെ ഇതുപോലെ പണിഷ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ അത്തരത്തിലാവേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് പിന്നീടുള്ള എൻ്റെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ലേറ്റർ സ്റ്റേജിൽ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഞാൻ അതിനൊരു കുഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്ന് ഈ കാര്യം ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അതായത് എൻ്റെ പാർട്ട്ണർ കുറച്ച് സമയത്തേക്ക് എന്നോട് സംസാരിച്ചില്ലെങ്കിൽ, അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിരിക്കും, ചിലപ്പോൾ ഒരു മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിപ്പോൾ 2-3 വട്ടം വിളിച്ചാലും ചിലപ്പോൾ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കും. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഞാൻ വിചാരിക്കുന്നത് എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ, ഇനി എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ, ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. അപ്പം എനിക്കിങ്ങനെ ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് പാറ്റേൺ ഉണ്ട് എൻ്റെ പാർട്ട്ണറിനോട്. അത് ഈവൻ എൻ്റെ സുഹൃത്തുക്കളോടാണെങ്കിലും അവരെക്കൊണ്ടൊന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ആങ്സൈറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ കോൺഷ്യസ്ലി ഇതിനെക്കുറിച്ച് ആലോചിച്ചാണ് ഇതിൻ്റെ റൂട്ട് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൻ്റെ റൂട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എൻ്റെ അമ്മ എന്നോട് എന്തെങ്കിലും കാര്യത്തിന് ഞാൻ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരുമായിരുന്നു. അതായത് കുറച്ച് ദിവസങ്ങളോളം ചിലപ്പോൾ അമ്മ മിണ്ടില്ല. അത് അമ്മ വിചാരിക്കുന്നത് എന്നെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അമ്മ ചെയ്തതാണ്. എനിക്ക് അമ്മയുടെ അതിനകത്ത് യാതൊരു പരാതിയില്ല. പക്ഷേ അമ്മ എനിക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിരുന്നു. അപ്പോൾ ഈ സൈലൻസ് ഒഴിവാകുന്ന ദിവസം വരെ ഐ വാസ് ആങ്ഷ്യസ്. എനിക്ക് എങ്ങനെയെങ്കിലും അമ്മ എന്നോട് തിരിച്ച് മിണ്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പെടച്ചിലുണ്ടല്ലോ ആസ് എ ചൈൽഡ്. അതുകൊണ്ട് തന്നെ എൻ്റെ വിചാരം എന്താ, എനിക്ക് സ്നേഹമുള്ള ആളുകളൊക്കെ എന്നെ ഇതുപോലെ എന്നോടൊന്ന് മിണ്ടാതിരിക്കുമ്പോഴേക്കും ഇവരെന്നെ പണിഷ് ചെയ്യാണ്, എൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് എന്നുള്ള തോട്ട് എനിക്ക് വന്നു തുടങ്ങി. അപ്പോൾ എത്ര സില്ലി ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് കുട്ടിയോട് കുറച്ച് നേരം മിണ്ടാതിരിക്കാം, ഒരു പാഠം പഠിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കാര്യം ഫ്യൂച്ചറിൽ അത് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ഞാൻ കോൺഷ്യസ്ലി അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പേരൻറ്റിങ്ങിൽ. കുട്ടികൾ എന്ത് കാണിച്ചാലും അവരുമായിട്ടുള്ള കണക്റ്റ് കട്ട് ചെയ്യുന്ന പ്രശ്നമില്ല, മാറി നിന്നിട്ടുള്ള ഒരു ഡിസിപ്ലിനറി മെത്തേഡും ഇല്ല. അവരെ കൂടെ ഇരുത്തിയിട്ട് നമുക്കിതെങ്ങനെ സോർട്ട് ചെയ്യാമെന്ന് നോക്കണം എന്ന് കോൺഷ്യസ്ലി വിചാരിക്കാറുണ്ട്. ഇനി സദസ്സിന് ചോദ്യങ്ങളുണ്ടെങ്കിൽ ആവാട്ടോ, കാരണം ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഓഡിയൻസിന് മൈക്കില്ലാത്തതാണ് ഒരു പ്രശ്നം. മൈക്കുണ്ട് കേട്ടോ, അവിടെ മൈക്കുണ്ട്. ചോദ്യങ്ങളാവാം, കാരണം അവിടെ മൈക്ക് ഒന്ന് ഓൺ ചെയ്തോളൂ. കഥയിൽ എത്ര ബുദ്ധിമുട്ടാണ് ഒരു പുതിയൊരു കഥാപാത്രം ഉണ്ടാക്കുക എന്നുള്ളത്. അതേപോലെ പുസ്തകം എഴുതി തീർക്കാൻ എത്ര സമയമെടുത്തു? സത്യത്തിൽ ഈ പുസ്തകം എഴുതാൻ അധികം സമയം എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. ഞാനതിൻ്റെ ആമുഖത്തിലും പറഞ്ഞിട്ടുണ്ട്. 1 മാസം ഒരു മാസം കുറച്ച് ദിവസങ്ങളും എടുത്തിട്ടുള്ളൂ ഈ ഒരു പുസ്തകം കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ ഇതിനകത്ത് കഥാപാത്രങ്ങളും ത്രെഡും ഒക്കെ കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിലിട്ട് കൊണ്ടു നടന്നിരുന്നതാണ്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ കഥാപാത്രങ്ങൾ ഫോം ചെയ്യാൻ ഇതൊന്ന് തുടങ്ങിക്കിട്ടാനുള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു കഥാപാത്രത്തിന് വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കഥാപാത്രം തന്നെ നമ്മുടെ മുന്നിൽ അൺവെയിൽ ചെയ്ത് വരുന്ന പോലത്തെ ഒരു പ്രോസസ്സ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ തുടക്കത്തിൽ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നത്, ഈ കഥാപാത്രത്തിന് ഈ സ്വഭാവം വേണമെന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല എഴുതി തുടങ്ങുന്നത്. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ക്യാരക്ടറിനെ നമ്മളോട് പറയുന്ന പോലെ ഫീൽ ചെയ്യും, ഇല്ല എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കൂടി ഉണ്ട്, എനിക്കിങ്ങനെ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ കൂടി ആക്കുമെന്ന് ക്യാരക്ടർ പറയുന്ന പോലത്തെ ഒരു ഫീല് തോന്നാറുണ്ട്. ഒരു പഴയ പരിചയക്കാരനാണ്. അതെ, പഴയ പരിചയം എന്ന് വെച്ചാൽ വളരെ കാലങ്ങളായിട്ടുള്ള പരിചയമാണ്. ഒരു റേഡിയോ ജോക്കിയിൽ നിന്നും ഒരു ടെലിവിഷൻ അവതാരകയിലേക്ക് എത്തിയ അശ്വതിയാണ് എനിക്ക് പരിചയം. ഇപ്പോൾ ഇവിടെ വളരെ ആധികാരികമായി സംസാരിക്കുന്ന അശ്വതിയെ കണ്ടു. പക്ഷേ ഈ അശ്വതിയല്ല ഞങ്ങളുടെ അശ്വതി. അതെ, നിങ്ങൾക്ക് കുസൃതി ചോദ്യം അതിലേക്കാണ് ഞാൻ വന്നത്. ഇത്രയും വളരെ ആധികാരികമായി സംസാരിക്കുന്ന അശ്വതിക്ക് ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടെയാണ് അശ്വതി പാളിപ്പോകുന്നത്. കാരണം വെച്ചാൽ അന്നേരം ഞങ്ങളെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യമാണ് അശ്വതിക്കുള്ളത്. ഞങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഞാനും രതീഷ് കാരക്കാടും എബ്രഹാമും ഒക്കെ കുറേ വഴക്ക് കേട്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു നിലവാരവും ഇല്ലാത്ത തമാശകൾ അശ്വതിയെ കൊണ്ട് പറയിക്കുക എന്നുള്ളതാണ് സുരാജ് വെഞ്ഞാറമൂടക്കമുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ അതിൻ്റെ ഒരു എന്താണ്
ഞങ്ങളുടെ ഒരു തുറുപ്പ് ചീട്ടാണ് ഈ ഇരിക്കുന്ന അശ്വതി. എങ്ങനെയാണ് ഈ എഴുത്ത് മേഖലയും ആ ടെലിവിഷനിലെ ആ തമാശ പരിപാടിയും ഒക്കെ, ഇതിന്റെ വ്യത്യാസം എങ്ങനെയാണ് അശ്വതിക്ക് ഫീൽ ചെയ്യുന്നത്? എന്തായാലും ചോദിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട അർഹതപ്പെട്ട ആളാണ് ഷിബു കുഞ്ചിറ. അതെ, ഫ്ലവേഴ്സ് ചാനലിന്റെ കോമഡി ഉത്സവത്തിന്റെ ഒക്കെ ഗ്രൂമിംഗ് സെക്ഷനും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതിനു മുമ്പ് കോമഡി സൂപ്പർ നെറ്റ് എന്ന് പറഞ്ഞ പരിപാടി എല്ലാ ദിവസവും രാവിലെ വന്നു കഴിഞ്ഞാൽ അശ്വതിക്ക് കഥ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. അന്നേരം കുസൃതി ചോദ്യത്തിന്റെ കാര്യം പറയാറില്ല, അത് സ്പോട്ടിലാണ് എഴുതി കൊടുക്കുക ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ രണ്ട് എഴുത്തുകാരി എന്നുള്ള നിലയിലും ആ ഒരു അവതാരക എന്നുള്ള നിലയിലുമുള്ള വ്യത്യാസം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അയ്യോ, അതൊരൊന്നും തന്നെ വ്യത്യാസമാണ്. പക്ഷെ രണ്ടും ഞാൻ എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനും ഇവരുമായിട്ട് പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റേഴ്സ് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവർ അത് സാരില്ല തട്ടിക്കോ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, അവസാനം ഞാനാണല്ലോ ഏറി പോവാ. പക്ഷെ അത് ഭയങ്കര ഫണ്ണായിട്ടുള്ള സമയമായിരുന്നു കേട്ടോ. കാര്യം ഷൂട്ടൊക്കെ പോകുന്നത് പാതിരാത്രി വരെ, പാതിരാത്രിയല്ല, നമ്മൾ നേരം വെളുപ്പിച്ചിട്ടുള്ള ദിവസങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അത്രയൊന്നും സ്ട്രെച്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ ഒരു താല്പര്യമുള്ള ആളല്ല. ഞാനതുകൊണ്ട് തന്നെ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ കംഫർട്ട് സോണിൽ പോയി ഒളിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അത്ര സമയം ആളുകളുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ച് ഭയങ്കര പ്ലസൻ്റായിട്ട് നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എഫേർട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അത് ആളുകളുടെ സ്നേഹമായിട്ട് റിസൾട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ആ ഷോ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഭയങ്കര ദൂരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അങ്ങനെ ആയിരിക്കാം. സുരാജ് വെഞ്ഞാറമൂടിന്റെ കൂടെ ചെയ്ത ഷോയും പിന്നെ ചക്കപ്പഴത്തിലെ ആശയം, ഇത് രണ്ടുമാണ് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ്. ഇപ്പോൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ട്? ഈ ആളുകൾ തിരിച്ചറിഞ്ഞ സമയത്ത് പെട്ടെന്ന് അവർ വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസുകൾ, മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സംഭവം? മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ കൊച്ചിയിലെ ഫോറം മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പേരെഴുതുന്ന ലൈക്ക് ഒരു പർച്ചേസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പയ്യൻ മറ്റേ ബില്ലിൽ പേരെഴുതിയത് ആശാ ഉത്തമൻ. അപ്പം ഞാൻ പറഞ്ഞ അത് ഞാനല്ല, അത് ക്യാരക്ടറിന്റെ പേരാണ്. പുള്ളി വളരെ സീരിയസ് ആയിട്ട് അങ്ങനെയാണ് എഴുതിയത്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് പെട്ടെന്ന് ആ ഒരു തോട്ട് വന്നത്. അപ്പം അങ്ങനെയുള്ള രസമുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു അഭിനേത്രി എന്ന രീതിയിൽ എഴുത്തിന് അതെങ്ങനെ എത്രമാത്രം സംഭാവന ചെയ്തു? കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരുപാട് ചിത്രയൊക്കെ ഉള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ, ഈ നമ്മുടെ കാളിയിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് കാണുന്ന ഓരോ കഥാപാത്രം. അപ്പോൾ അത് അശ്വതി ഏതെങ്കിലും തരത്തിൽ അത് ഗുണം ചെയ്തിട്ടുണ്ടോ ഈ എഴുത്തിലേക്ക്? ഈ ഇത്തരം അഭിനയവും അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ഭയങ്കര ക്യാരക്ടറിലേക്ക് പ്രവേശിക്കേണ്ട തരത്തിലുള്ള വേഷങ്ങളൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. ഒരു അഭിനേത്രി എന്നുള്ള രീതിയിൽ ഞാൻ അത്രയ്ക്കൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്യാരക്ടറിലേക്ക് ഭയങ്കര പരകായ പ്രവേശം ചെയ്യേണ്ട അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ആശാ ഉത്തമനാണെങ്കിൽ പോലും എൻ്റെ ക്യാരക്ടറിനോട് വളരെ അടുത്ത് നിൽക്കുന്ന, എന്നാൽ കുറച്ചും കൂടെ എന്നെ കഴിഞ്ഞും കുറച്ചും കൂടെ ലൗഡായിട്ടുള്ള ഒരാൾ എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ട് അങ്ങനെ വലിയൊരു കണക്ഷനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇനി ഭാവിയിൽ അതുപോലെ എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നാൽ ഇതിന് ചിലപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. എൻ്റെ കയ്യിലുള്ളത് ഈ 11ാം പതിപ്പാണ്, DC-യുടെ കാളി എന്ന് പറയുന്ന പുസ്തകം. ഒരു പക്ഷേ 11ാം പതിപ്പിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു 13 അതെ 13 ഇപ്പോൾ വന്നത്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റോളിലായാലും DC-യുടെ സ്റ്റോളിലേക്ക് എത്തുമ്പോഴും കാളി അന്വേഷിച്ച് വരുന്ന ആളുകളുണ്ട്. കാരണം 17 ദിറംസാണ് ഇതിൻ്റെ ആകെയുള്ളൊരു വില എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ തുകയ്ക്ക് നമുക്കിത് സ്വന്തമാക്കാൻ പറ്റും, വായിക്കാനും അതുപോലെ വായിക്കുന്ന. അപ്പോൾ ഈ കാളി വായിക്കുന്നത് അശ്വതി വായനക്കാരോട് പറയുന്നത് എന്തിന് കാളി വായിക്കണം എന്നുള്ളതാണ് അവരോട് പറയുകയാണെങ്കിൽ അശ്വതി എന്ത് പറയും? ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ എന്ത് പറയും? സ്വന്തം ആ ഒരു പുസ്തകം വായിക്കണം എന്നുള്ളത് അങ്ങനെയല്ലേ, എല്ലാവരും മേടിച്ച് വായിച്ചാൽ എനിക്ക് സന്തോഷമാണല്ലോ. അല്ലാതെ അതിനപ്പുറത്ത് ഇപ്പോൾ കാളി വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് കിട്ടുമെന്നോ അങ്ങനെ ഒന്നും അവകാശപ്പെടാനൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ചില കഥകളൊക്കെ വായിച്ചിട്ട് ചിലരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരവരുടെ അമ്മയ്ക്ക് പുസ്തകം സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഒരു സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റുന്ന ചില ഫാക്ടേഴ്സ് അതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് മൾബറി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ വായിച്ചിട്ട് ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു +2 അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഒരുപാട് പേര്, അതായത് അവരുടെ ഇഷ്ടത്തിനല്ലാത്ത പ്രൊഫഷനുകളൊക്കെ ചൂസ് ചെയ്യാൻ പേരൻ്റൽ സൈഡിൽ നിന്നുള്ള നിർബന്ധങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വായിച്ചു പോകാവുന്ന, നിങ്ങളുടെ വളരെ കുറച്ച് സമയം മാത്രം അപഹരിക്കുന്ന ഒരു പുസ്തകമാണ് കാളി. പിന്നെ അതുപോലെ വായിച്ചു തുടങ്ങുന്ന ആളുകൾക്ക്, ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വായന സ്റ്റക്കായി നിൽക്കുന്ന ആളുകൾക്ക് ഒന്നും കൂടെ വായിച്ചു തുടങ്ങണമെന്ന് എനിക്കത് തോന്നിയിട്ടുണ്ട്. കാരണം വായന നിർത്തിയവരോ അല്ലെങ്കിൽ വായിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്, വായിച്ച് മനസ്സിലാവുന്നതിന് വളരെ നല്ല ഭാഷ, അതായത് വളരെ
ഹൃദ്യമായ രീതിയിൽ, എനിക്ക് തോന്നുന്നത് അശ്വതിയുടെ ഒരു സ്വഭാവം പോലെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം വളരെ ലളിതമായ രീതിയിൽ അത് അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ വായനക്കാർ ഈ കാടിറങ്ങുമ്പോൾ എന്നുള്ള തുടങ്ങിയ ഒരു കഥ ഇതിനകത്ത് കണ്ടു. ഒരു വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കൂടി ഇതിനകത്തേക്ക് പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സ്ത്രീപക്ഷം മാത്രമല്ലാത്ത രീതിയിൽ തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു, അതായത് ആ രീതിയിൽ പോലും കാടിറങ്ങുമ്പോൾ അതെ അതെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ, അതായത് ഇപ്പോൾ നമ്മൾ കാളി എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഓൺ എയർ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അതിനകത്ത്, 9 കഥകളിലൊന്നാണത്. അപ്പോൾ അത് വ്യത്യസ്തമായ, അപ്പോൾ അശ്വതി അത് വ്യത്യസ്തമായ രീതിയിൽ തന്നെ വേണം എന്ന് ആഗ്രഹിച്ച് എത്തിയതാണോ ഈ 9 കഥകളും 9 സ്വഭാവത്തിലെത്തുന്നത്? അങ്ങനെയൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ എവിടെന്നെങ്കിലുമൊക്കെ നമ്മൾ ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില റിഫ്ലക്ഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെക്കും. എന്തെങ്കിലും ഒരിക്കലും ഒരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു കഥയിലേക്ക് മാറുമ്പോൾ ഈ ഒരു സന്ദർഭം ഉപയോഗിക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ആകസ്മികമായിട്ട് വന്നതാണ്. അല്ലാതെ ഇങ്ങനെ വ്യത്യസ്തമാവണം എന്ന് പ്ലാൻ ചെയ്തിട്ട് അല്ലല്ല, ഒരിക്കലും അല്ല. ഇനിയിപ്പോൾ സദസ്സിലേക്ക് പോവാം. ഒരു ചോദ്യം. ഹായ് മാം. ഹായ്. സോ ഫ്രം ദ ബുക്സ് യു ഹാവ് റിട്ടൺ, അതിൽ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് മാമിൻ്റെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണ്, എന്തുകൊണ്ടായിരിക്കും? റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് ചന്ദ്ര എന്നൊക്കെ പറയുന്ന ഒരു കഥയുണ്ട്. അതിനകത്തുള്ള പല ക്യാരക്ടേഴ്സും എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പേര് അതിനകത്തുണ്ട്. പക്ഷെ അതിൽ നിന്ന് ആരെങ്കിലും ലൈഫിലേക്ക് കൊണ്ടുവരണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. താങ്ക് യു. താങ്ക് യു. ചോദ്യങ്ങൾ ആവാം നമ്മുടെ പരിമിതമായ സമയത്തിനിടയിൽ. ഹായ് അശ്വതി. സോ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിരുന്നു, എത്രയോ ഏജിൽ കുട്ടിക്കാലം മുതൽ പോയം എഴുതിയിട്ട് ഏതോ ഒരു ടൈമിൽ അത് സ്റ്റോപ്പ് ചെയ്തു. ബിക്കോസ് അമ്മയുടെ ഒരു ജഡ്ജ്മെൻ്റൽ സ്റ്റേറ്റ്മെൻറ്റ് കാരണമാണ്. ഇപ്പോൾ ത്രൂ ഔട്ട് ഇൻ്റർവ്യൂസ് എല്ലാം കാണുമ്പോൾ എനിക്ക് ഈ ആൻസൈറ്റി പറഞ്ഞത് എനിക്കത് കൂടുതൽ തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഒരു ആൻറ്റിസിപ്പേറ്റിംഗ് ആൻസൈറ്റി എപ്പോഴും ഉണ്ട് ത്രൂ ഔട്ട്. പിന്നെ എപ്പോഴും ഒരു അക്സെപ്റ്റൻസ് കുറവ് വരുന്ന പോലെ ദാറ്റ് എപ്പോഴും ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നുകൂടി റീഫ്രെയിം ചെയ്യുന്നത് ഞാൻ കണ്ടു. ദാറ്റ് ഞാൻ ബുക്ക് പെട്ടെന്ന് എഴുതിയാണ്, അതുകൊണ്ട് ഇതിനൊരു ഐ ഹാവ് ദാറ്റ് പ്രോബ്ലം, എനിക്കറിയാം. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര നല്ല എഴുത്തുകാരിയൊന്നും അല്ല, അല്ലെങ്കിൽ ഞാൻ അത്ര നല്ല ആക്ടർ അല്ല. എനിക്കൊരു ഇച്ചിരി ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ ആൻറ്റിസിപ്പേറ്റിംഗ് ഒരു ആൻസൈറ്റി എപ്പോഴും ഉള്ളത് ത്രൂ ഔട്ട്, അത് റിയലൈസ് ചെയ്യുന്നുള്ളത് കൊണ്ട് ബീയിങ്. ബിക്കോസ് ഞാൻ ഈ ക്വസ്റ്റ്യനിലോട്ട് പിന്നെയും പോവാണ്. ആ ചെറുപ്പകാലത്ത് എഴുത്ത് തന്നെ നിർത്തേണ്ടി വന്നു ബിക്കോസ് അമ്മയുടെ ഒരു ജഡ്ജ്മെൻ്റൽ സ്റ്റേറ്റ്മെൻറ്റ് കാരണം. സോ ഇവിടെ ഒത്തിരി പേരിരിക്കുന്ന എല്ലാവരോടും, പേരൻസ് ആണ്, നമ്മളെല്ലാം പേരൻസ് ആയിട്ടുള്ളവരും കുട്ടികളും ഉണ്ട് ഇവിടെ. സോ അവരോടെല്ലാം പറയാനുള്ള ഒരു വൺ ബെറ്റർ വേ ഗൈഡൻസ് എന്തായിരിക്കും? നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവണം നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലാത്തൊരു വേയിലേക്ക് അവർ പോകുമ്പോൾ നമുക്ക് ഇതല്ല റൈറ്റ് വേ, എങ്ങനെയോ നമ്മൾ വിചാരിച്ച വേ ആണ് എന്ന് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പലപ്പോഴും നമ്മുടെ തോന്നൽ തന്നെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ നമ്മുടെ ഒരു പാർട്ടാണ്. അറ്റ് ദ സെയിം ടൈം അവർ ഒരു സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വലാണ്. അവർക്ക് അവരവരുടേതായിട്ടുള്ള തോട്ട്സ്, അവരുടെ ഡ്രീംസ്, അതൊക്കെ നിങ്ങളുടേതിൽ നിന്ന് വളരെ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടീനെക്കുറിച്ച് ഡ്രീം ചെയ്തത് ഇങ്ങനെയല്ല, ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അവരുടെ സ്വപ്നങ്ങളൊന്നും ഇൻവാലിഡ് ആവുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ കുട്ടിയുടെ സ്വപ്നങ്ങളും കൂടെ എപ്പോഴും അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് കുറച്ചൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാൻ പേരൻസ് പഠിക്കണം എന്നെനിക്ക് പറയാനുണ്ട്. This is Dr. Pramod Mahajan, Principal, Sharjah Indian School. Now, I have gone through the English version of your novel, Kali. Now, in the realistic world, do you want our daughters, our girls, to have the impact of Kali or Mahalakshmi or Saraswati, or you wanted them to be the empowered, creative, innovative, futuristic human beings? Definitely. What do you want? Definitely. I want them to accept themselves. I want them to be their better version. I want them to renew every day. I want them to be in their full bloom, full potential.
then they will be far away from Kali or another characters like that. No, I don't think so. These are some realistic characters. But even when identifying with that, they have to understand we have immense potential lying within us. Okay, thank you. Thank you. അശ്വതി, ഈ കാളി എന്നുള്ള പേര് ഇത്ര 9 കഥകളുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും മറ്റേതും അശ്വതിക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാമായിരുന്നു എഴുത്തുകാരെ. അപ്പോൾ ഈ കാളി എന്നുള്ളൊരു പേര് അത് ഇത്രയും എഡിഷനിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ ആ പേരിനൊരു പ്രത്യേകത ഉണ്ട്. മാത്രമല്ല അത് ചെയ്തിരിക്കുന്ന ഒരു രീതി കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഒരു പൊട്ടുണ്ട്, കാളിയുടെ ആ ലീ എന്നുള്ള ആ ഒരു വരയ്ക്ക് ഒരു കത്തി, നമ്മുടെ ഈ ഒരു കാളിയുടെ വാളിൻ്റെ ഒരു സംഭവം നമുക്കത് കാണാം. ഒരുപക്ഷെ ഈ കാളി എന്നുള്ള പേരിലേക്ക് അത് എന്തുകൊണ്ടായിരിക്കും അത് തന്നെ ഇടണം എന്ന്, ഈ ഒരു പുസ്തകത്തിന് അത് തന്നെ വേണമെന്ന് അശ്വതി തീരുമാനിച്ചിട്ടുണ്ടാവുക? എനിക്ക് തോന്നുന്നത് നമ്മൾ പല പേരുകളും ആലോചിച്ചു. നമ്മൾ ഏറ്റവും ആദ്യം ആലോചിച്ചത് അതിനകത്ത് ഫസ്റ്റ് കഥയുടെ പേരാണ് കൊക്കൂൺ മുതൽ ആകാശം വരെ എന്ന് പേരിടാം എന്നാണ് വിചാരിച്ചിരുന്നത്. ലാസ്റ്റ് മിനിറ്റ് വരെ ഞാനും DC-യിലെ ദീപ്തിയായിരുന്നു എൻ്റെ എഡിറ്റർ. അപ്പോൾ ദീപ്തി ഞാനും കൂടെ അതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ്. പക്ഷേ അത് പോരാന്നൊരു തോട്ട് വന്നപ്പോഴാണ് എന്നാൽ പിന്നെ എന്തുകൊണ്ട് കാളി എന്ന് പേരിട്ടുകൂടാ. കാരണം എഴുതി വന്നപ്പോൾ ഇത് 9 കഥകളായി. അപ്പോൾ ആ ഒരു 9നും ദുർഗയ്ക്കുമായിട്ടുള്ളൊരു ബന്ധം, അങ്ങനെ പല കാര്യങ്ങൾ വിചാരിച്ചു. പിന്നെ ഇതിനകത്ത് എല്ലാ സ്ത്രീകളുടെ കഥയാണ്. അപ്പോൾ ദ പവർഫുൾ വുമൻ്റെ പേര് തന്നെ ഇടാം എന്നൊരു തോട്ട് വന്നു. അങ്ങനെയാണ് കാളിയായത്. പക്ഷേ ഈ ഒരു പേര് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കേട്ടവരൊക്കെ പെട്ടെന്ന് എഗ്രി ചെയ്തു. ഒരാൾ പോലും എന്നോട് എന്താ ഒന്ന് മാറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞില്ല. ഇത് മതി. അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് ഇത് കാളിയായത്. ഇതൊന്നത് കൂടുതൽ വായനക്കാർ അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇത്രയും എഡിഷനിലൂടെ പോകുന്നത്. ഒരുപാട് എഡിഷനിലേക്ക് പോട്ടെ. മാത്രമല്ല ഇതിൽ എഴുത്തുകാർ തന്നെ പറയുന്നുണ്ട്, ഇത് സകല അതായത് പെണ്ണുങ്ങളെ സ്നേഹിക്കുന്ന അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്തുണ്ട്. ഈ ഭൂമിയിലെ സകല പെണ്ണുങ്ങൾക്കും അവരാൽ സ്നേഹിക്കപ്പെട്ടവർക്കും അല്ലെ സ്നേഹിക്കപ്പെടുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പുസ്തകം സമർപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ നിന്നല്ല, ഭൂമിയിൽ ഏറ്റവും ശക്തമായത്, ഒരു പക്ഷേ ഏറ്റവും സ്ട്രെങ്ത്തുള്ള ഒന്നെന്ന് പറയുന്നത് സ്ത്രീയാണ്. സ്ത്രീ കാരണം ഒരു പുരുഷൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ വീക്ക്നെസ് അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ഒരാൾ പുരുഷന്മാർ തന്നെയാണ് പലപ്പോഴും തകർന്നു പോകുന്നതും. ഇത് നമ്മൾ പറഞ്ഞാൽ ഭയങ്കര കോൺട്രവേഴ്സി ആവും, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അപ്പോൾ അശ്വതിയുടെ ഒരു കാഴ്ചപ്പാട്, കാരണം ഒരു ലൈഫ് കോച്ച് കൂടിയാണല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് കൂടെ വരുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു എഴുത്ത് കൂടി, അതായത് ഈ പുരുഷന്മാരെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള എഴുത്തുകൾ കൂടി ഒരു എഴുത്തുകാരിൽ നിന്നും ഇനി പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഒരു തീർച്ചയായിട്ടും എനിക്കങ്ങനെ സ്ത്രീകളെ കുറിച്ച് തന്നെ എഴുതണം എന്ന് ഒരു നിർബന്ധം ഉണ്ടായിട്ട് എഴുതിയതല്ല. ഞാൻ പറഞ്ഞില്ല, അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചു പോയതാണ്. അങ്ങനെ ആദ്യത്തെ കുറച്ച് കഥകൾ സ്ത്രീകളെ കുറിച്ച് ആയപ്പോൾ എന്നാൽ പിന്നെ ഇത് എന്തുകൊണ്ട് കൂടുതലും അങ്ങനെ ആക്കി, നമുക്ക് അങ്ങനെ ഒരു കളക്ഷൻ ആക്കിക്കൂടാ എന്നൊരു ചിന്തയിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കേൾക്കുന്ന ഏത് സ്ത്രീകളുടെ കഥകളാണെങ്കിലും അല്ലെങ്കിൽ ഏത് സ്ത്രീ എന്നോടൊരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് മിനിമം ഒരു പുരുഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് പുരുഷന്മാരും അവരുടെ വേർഷൻ ഓഫ് സ്റ്റോറീസ് പറയാറുണ്ട്. അപ്പോൾ പുരുഷന്മാരുടെ കണ്ണിലൂടെയുള്ള സ്ത്രീ എന്താണെന്നുള്ളത് വളരെ ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് പുരുഷന്മാരെ കുറിച്ചുള്ള കഥകൾ പറയില്ല എന്നല്ല, ഇത് അങ്ങനെ യാദൃശ്ചികമായിട്ട് അങ്ങ് സംഭവിച്ചതാണ്. തീർച്ചയായിട്ടും എല്ലാവരെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മനുഷ്യരെക്കുറിച്ചുള്ള കഥകൾ ഒരുപാട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്തായാലും ഒരുപാട് മനുഷ്യരെക്കുറിച്ച് സംസാരിക്കാൻ ഇനിയും കഴിയട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. അതുപോലെ തന്നെ എഴുത്തുകാരിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ പുസ്തകം ഇവിടുന്ന് ഇതിൻ്റെ തൊട്ടടുത്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ അതിനുള്ള സൗകര്യം, ഒപ്പോടുകൂടി നിങ്ങൾക്ക് പുസ്തകം വാങ്ങിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് DC എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോൾ നമ്പർ 4-7 നമുക്ക് DC-യുടെ സ്റ്റോളിൽ നിന്ന് നിങ്ങൾക്ക് ഈ പുസ്തകം കൈപ്പറ്റാവുന്നതാണ്. വായിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു സായാഹ്നം ഇത്രയും അർത്ഥപൂർണ്ണമാക്കുന്നത് ഒരു പക്ഷേ നമ്മൾ വരുന്ന അതിഥികളുടെ ഒരു പങ്കാളിത്തം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടാണ്. ഇനിയും അശ്വതിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും സമൂഹത്തിന് വേണ്ടി, പ്രത്യേകിച്ചും ആളുകൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, പച്ചയായ മനുഷ്യർക്ക് വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ആളുകളെ കേൾക്കാനുമുണ്ട്. അതുകൊണ്ടാണ് അവസാനം പുരുഷന്മാരെ കൂടി കേൾക്കാൻ, കാരണം അവരെ കൂടി കേൾക്കണം എന്നുള്ളത്. കാരണം അവർക്കാണ് പലപ്പോഴും പറയാനിടമില്ല, പ്രത്യേകിച്ചും പ്രവാസികൾക്കിടയിൽ കുറേ കാലമായിട്ട് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് കൂടുതലുള്ളത് പുരുഷന്മാർക്കാണ്. അപ്പോൾ അതുകൂടി അത്തരത്തിലുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി ഒരുക്കണമെന്ന് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആവശ്യപ്പെടുക കൂടിയാണ്. എന്തായാലും ഒരു നല്ലൊരു, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്കതിലേക്ക് പോകാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമയം ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. റേഡിയോയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായി പങ്ക്ച്വലായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ നിർത്താൻ ശ്രമിക്കും. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആവാം. ഹായ് അശ്വതി, സന്തോഷം കാണാൻ പറ്റിയല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ അശ്വതിനെ കാണുമ്പോൾ ഒരു ജഗ്ലറിനെ ഓർമ്മ വരിക. കാരണം ഒത്തിരി പ്രൊഫഷൻസ്, ലൈക്ക് അശ്വതി ഒരു റൈറ്ററാണ്, ഒരു ആക്ടറാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ലൈഫ് കോച്ചാണ്, അങ്ങനെ ഒത്തിരി പ്രൊഫഷൻസ്. അതുപോലെ തന്നെ ഒരു അമ്മയാണ്, 2 മക്കളുടെ വൈഫാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കാണുമ്പോൾ ജഗ്ലറിനെയാണ് ഓർമ്മ വരിക. എനിക്ക് ചോദിക്കാനുള്ളത്,
എല്ലാ ദിവസവും അപ്പോൾ ഒത്തിരി റോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ. വാട്ട് കീപ്സ് യു മോട്ടിവേറ്റഡ് എവറി ഡേ? ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ചിന്തയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫീൽ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഈ ഒരു ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്നുള്ള കാര്യം എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിന് ഇത്ര കുറച്ച് സമയമാണല്ലോ ഉള്ളൂ എന്നുള്ള തോട്ടും എനിക്ക് കൺസേൺ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ ഒരു സമയത്ത് ചെയ്യാതെ പോയ കാര്യങ്ങളെ ഓർത്തിട്ട് വിഷമിക്കരുതെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു തോട്ടാണ് സമയം അധികം വേസ്റ്റ് ചെയ്യരുത്, എന്തെങ്കിലുമൊക്കെ ഐ ഹാവ് ടു ഡു എന്നുള്ള ആ ഒരു തോട്ട്, അത് എവറി ഡേ മോർണിംഗ് ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. നമ്മൾ ഈ കാളി എന്നുള്ള ഒരു ടൈറ്റിൽ നിന്നാണല്ലോ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, മാം ഒരു ഓട്ടോബയോഗ്രഫി എഴുതുകയാണെങ്കിൽ മാം എന്തായിരിക്കും അതിനൊരു ടൈറ്റിൽ കൊടുക്കുക? അയ്യോ, ഞാനൊരു ഓട്ടോബയോഗ്രഫി എഴുതുന്നതിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. അതുകൊണ്ട് ഇപ്പോഴേ പേര് നമ്മൾ റിവീൽ ചെയ്ത്, അല്ല സാർ, ഇപ്പോഴേ പേര് റിവീൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്ത് റിലേറ്റഡ് ആയിട്ട് വേണ്ടെന്നാണ് രവിസാരോട് ഇരിക്കുന്നുണ്ട്, അദ്ദേഹം തന്നെ വേണ്ടെന്ന് പറയുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് എക്സാക്ട് നെയിമല്ല, അതിന് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് റോള് ചെയ്തല്ലോ. അതെ. അപ്പോൾ ഒരു ഫണ്ണി ആയിട്ടുള്ള നെയിമായിരിക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ വിലയിരുത്തുന്ന, അതായത് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ്. ഇപ്പം കാളി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഒരു രൗദ്രമായിട്ടുള്ള ഭാവമായിരിക്കും. അപ്പം അതുപോലെ തന്നെയുള്ള ഒരു നെയിമായിരിക്കുമോ? ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു കുട്ടിക്കാലത്തുള്ളൊരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ് ഓരോ സ്റ്റേജിലും ഞാൻ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അന്നത്തെ ഒരു 6 വയസ്സുകാരിക്കോ അല്ലെങ്കിൽ 12 വയസ്സുകാരിക്കോ ഇന്നത്തെ എന്നെ കാണുമ്പോഴേക്കും പ്രൗഡായിട്ട് ഫീൽ ചെയ്യണം എന്നൊരു തോട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയെക്കുറിച്ചായിരിക്കും ആ പുസ്തകം, അവളുടെ യാത്രയെക്കുറിച്ചായിരിക്കും. താങ്ക് യു മാം. നമുക്ക് ഈ ഒരു ചോദ്യം. എക്സ്ക്യൂസ് മീ മാം. ഹൈ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ പൊതുവേ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കാം. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ കുറേയധികം അവെയറാണ്, അവരെന്താണ്, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, എങ്ങനെയാണ് വേണ്ടതെന്ന് അവർക്കറിയാം. നമ്മളെ സംബന്ധിച്ചോളം ഇനി കോൺഷ്യൻറ്റൈസ് ചെയ്യേണ്ടത് ഒരു പക്ഷേ ഒരു പഴയ തലമുറ, നമുക്ക് മുൻപേ നിൽക്കുന്ന ഒരു തലമുറയുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ. ഇനി വരാൻ പോകുന്ന തലമുറയേക്കാൾ കൂടുതൽ ഒന്നെങ്കിൽ നമ്മുടെ ആ പഴയ ഒരു തലമുറ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കോൺഷ്യൻറ്റൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കേണ്ടത് പുരുഷന്മാരെ അല്ലേ? തീർച്ചയായിട്ടും. അതാണ് എൻ്റെ ചോദ്യം. ഇനി കൂടുതൽ കേൾക്കേണ്ടത് പുരുഷന്മാരെ അല്ലേ എന്നുള്ളതാണോ? കോൺഷ്യൻറ്റൈസ് അവെയർനെസ് കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് മുന്നേ നിൽക്കുന്ന ഒരു തലമുറയ്ക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ പറയുന്ന കഥ കേൾക്കേണ്ടത് പുരുഷന്മാരുടേത് കൂടിയല്ലേ? കഥ കേൾക്കേണ്ടത് തീർച്ചയായിട്ടും പുരുഷന്മാരുടേത് കൂടിയാണെന്നുള്ള കാര്യത്തിനോട് ഞാൻ പൂർണ്ണമായിട്ടും എഗ്രി ചെയ്യുന്നു. അത് പുരുഷന്മാർ ആ കഥ പറയാൻ എത്രത്തോളം വില്ലിങ് ആവും എന്നുള്ളതൊരു വലിയ ഫാക്ടറാണ്. നമുക്കിപ്പോൾ സോഷ്യലി ആണെങ്കിലും ഈവൻ ജനറ്റിക്കലി ആണെങ്കിലും ഒരുപാട് ഫാക്ടേഴ്സും ഉണ്ട്. നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ട് പുരുഷന്മാർക്ക് ഞങ്ങൾ എത്ര ഓപ്പൺ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിക്കാൻ ബാധ്യതയുള്ളവരാണ് എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാർ അത്രയ്ക്കധികം ഓപ്പൺ അപ്പ് ആവാറില്ല മിക്കപ്പോഴും. ആൻഡ് ഇത് ഓപ്പൺ അപ്പ് ചെയ്താൽ ഉണ്ടാകുക ആ ഒരു വൾണറബിൾ ഫേസിനെ പലരും ഭയക്കുന്നുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഓപ്പൺ അപ്പ് ചെയ്യണില്ല പലപ്പോഴും. പക്ഷെ അങ്ങനെയല്ല, പണ്ടത്തെ ഒരു ജനറേഷനിലെ പോലെ അല്ല. നമ്മുടെ പ്രശ്നങ്ങൾ അത്ര അധികം കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വേൾഡിനാണുള്ളത്. അപ്പോൾ അത് എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് പുരുഷന്മാരും തീർച്ചയായിട്ടും ഓപ്പൺ അപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ പഴയ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നാളെ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ അവരിപ്പോൾ തന്നെ നമ്മളെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും അല്ല, അത് ഓരോ തലമുറയും അവരുടെ പെർസ്പെക്റ്റീവാണ് ശരി എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അടുത്ത തലമുറ അങ്ങനെ തന്നെ വിചാരിക്കുക. അപ്പോൾ അവർ വിചാരിക്കും ഇനി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്നിട്ട് കാര്യമില്ല, അവർ മാറി ചിന്തിക്കാം, മാറി ചെയ്യാം എന്ന് വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് പുറകോട്ട് പോയി തിരുത്തുന്നതിൽ കാര്യമില്ല. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, അവർ തയ്യാറാവാത്തടത്തോളം കാലം നമുക്ക് റിഫ്ലക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ചില കാര്യങ്ങൾ പറയാം, ഇങ്ങനെ ഒരു വഴിയുണ്ട്, അമ്മ വരുന്നോ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് അവരുടെ ഐഡിയോളജീസിനെയും വാല്യൂസിനെയൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് പോയി ബ്രേക്ക് ചെയ്യാനോ വിളിച്ചുകൊണ്ട് വരാനോ ഒന്നും പറ്റില്ല. പക്ഷെ ഒരുപാട് പേര് മാറി ചിന്തിക്കുന്നുണ്ട് അല്ലേ? എനിക്കറിയാം, എൻ്റെ അമ്മയുടെ ഒരു 40s ചിന്തിച്ചിരുന്ന പോലെ അല്ല 60s ചിന്തിക്കുന്നത്. ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തായാലും
നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് സംസാരിക്കാനുള്ളത് എന്നുള്ളൊരു വലിയൊരു സന്ദേശം കൂടി അല്ലേ ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരി, അല്ലെങ്കിൽ അത് അങ്ങനെ മാത്രം മുദ്രകുത്തപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട. കാരണം ഒരുപാട് ഇനിയും അശ്വതിയുടെ തൂലികയിൽ നിന്നും ഇനി ഒരുപാട് വരാനുണ്ട്, ശക്തമായ ഭാഷകൾ വരാനുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു സെഷൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഈ ഒരു അർത്ഥപൂർണമായ ഒരു സായാഹ്നം തന്നെ ആയിരിക്കും ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ കണ്ടുമറന്നതോ അല്ലെങ്കിൽ പറഞ്ഞു പിരിഞ്ഞതോ ആയ ഒട്ടേറെ സ്ത്രീകളുടെ ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഭാവങ്ങളാണ് കാളി എന്ന് പറയുന്ന 9 കഥകളടങ്ങിയ, അതിന് ഫിക്ഷൻ എന്നോ ചെറുകഥകളുടെ. പക്ഷേ ഒരു കാര്യം, അശ്വതി ഒരു നല്ലൊരു കഥാകാരിയിലേക്ക് എത്തിയിട്ടുണ്ട് അശ്വതി എന്നുള്ളത്. കാരണം ടായില്ലാത്ത മുട്ടായി വായിച്ച ഒരാളാണ്, അതെല്ലാം വായിച്ച ഒരാളാണ്. അത് ഒന്നുകൂടി ഒരു വായനക്കാരൻ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. ഇനി കുറേ കൂടി എഴുതാനുള്ള ശക്തിയും അതുപോലെ തന്നെ വിഷയങ്ങളും ഉണ്ടാകട്ടെ, അതിനൊരു കുറവുമില്ല നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഈ ഒരു വൈകുന്നേരത്തെ ഈ ഒരു പരിപാടിയിൽ അതിഥിയായിട്ടെത്തിയതിന് ഷാർജ രാജ്യാന്തര പുസ്തകമേളയുടെ ഈ ഒരു ചടങ്ങിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ DC, പ്രത്യേകിച്ചും DC ബുക്സിൻ്റെ എല്ലാവരും ഉണ്ട് ഇവിടെ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു അനൂപ്, താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ പൂർത്തിയായി. ഇനിയിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എഴുത്തുകാരിയിൽ നിന്നും പുസ്തകം നേരിട്ട് വാങ്ങാം. കയ്യൊപ്പോടുകൂടി വാങ്ങാനുള്ള സൗകര്യം ഈ ഒരു ഹാളിന് പുറത്ത് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി പരമാവധി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും വായിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇത്തവണത്തെ ഷാർജ ബുക്ക് അതോറിറ്റി പറയുന്നതും അതുതന്നെയാണ്, പുസ്തകത്തിൽ നിന്നും ആരംഭിക്കാം എന്നുള്ളതാണ്. എത്ര അർത്ഥപൂർണ്ണമാണ് ആ ഒരു പ്രമേയം എന്നുള്ളത്. ശക്തമായ പ്രമേയമാണ്. പുസ്തകത്തിൽ നിന്നാണ് നമ്മളെല്ലാം തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വായിക്കാം, വായിച്ചു കൊണ്ടേയിരിക്കാം. ഇത്തരത്തിലുള്ള എഴുത്തുകാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തം, നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. വായിക്കുമ്പോഴാണ് ആ പുസ്തകങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുക. അതുകൊണ്ട് ഒരുപാട് എഡിഷനിലേക്ക് ഇനിയും പോകട്ടെ എന്ന് കൂടി ഒരു സുഹൃത്തെന്ന രീതിയിൽ കൂടി ആശംസിക്കുകയാണ്. മൈസെൽഫ് അനൂപ് കിച്ചേരി, ദിൽസ 90.8 FM ചീഫ് എഡിറ്ററാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിങ്ങളുമായിട്ട് എപ്പോഴും സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ അശ്വതി പഴയൊരു സഹപ്രവർത്തക, ഒരു റേഡിയോ ജോക്കിയായി വന്നു. ഇത്രയും വലിയൊരു എഴുത്തുകാരിയിലേക്ക് ഇനിയും വളർന്ന് പോട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.